DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാം വളരെ ക്രിക്കറ്റ് ആരാധകരൊക്കെ എന്തായാലും വളരെ സന്തോഷത്തിലാണ്. കാരണം നാളെ IPL മാമാങ്കത്തിന് തിരികൊളുത്താൻ പോവുകയാണ്. അപ്പം ഞങ്ങളൊക്കെ എന്തായാലും എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ നിന്നാണ് നമ്മളിപ്പം 4 പേരോട് കൂടിയിട്ട് റിവ്യൂ പറയുക, അല്ലെങ്കിൽ കളികളെ പറ്റി പറയുകയും, അല്ലെങ്കിൽ എന്താ പറയുക ഓരോ മത്സരത്തിനെ പറ്റി നടക്കുന്ന നല്ല മൊമെൻറ്റുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാൻ ഫൈറ്റ്, അതും വളരെ തമാശ നിറഞ്ഞ രീതികളിലൊക്കെ നമ്മളത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം എന്നോടുള്ളത് എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് അനൂപ്, ഇത് പ്രമോദ്, അത് എബി. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരും IPL 4 ടീമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ മുംബൈയുടെ കടുത്ത ആരാധകനാണ്. അതുപോലെ തന്നെ അനൂപ് ബ്രോ എന്ന് പറയുന്നത് കൊൽക്കത്തയുടെ ഫാനാണ്. ഇദ്ദേഹം പ്രമോദ് എന്ന് പറയുന്നത് CSKയുടെ കടുത്ത ആരാധകനാണ്. എബി നമ്മുടെ മലയാളത്തിൻ്റെ എന്താ പറയുന്നത് എല്ലാ അഭിമാനമായിട്ടുള്ള സഞ്ജു സാംസന്റെ ടീമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകനാണ്. അപ്പം തീർച്ചയായിട്ടും വലിയ ഈ ടീമുകളൊക്കെ പരസ്പരം വരുമ്പോഴത്തേനും വലിയൊരു അടി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും സംസാരിക്കാൻ പോകുന്നത് നാളത്തെ മത്സരത്തെ പറ്റി തന്നെയാണ്. അപ്പം എന്തായാലും CSKയുടെ കടുത്ത ആരാധകൻ ഇവിടെ ഉണ്ട്. അദ്ദേഹവും എബിയും CSK ഈ നാളത്തെ മത്സരത്തിൽ ഇവർ രണ്ടുപേരുമായിരിക്കും CSK സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും RCB ആണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം, ധോണിയുടെ ഒരു അവസാന സീസൺ ആയിരിക്കും ഒരു പക്ഷേ ഇത്. അപ്പം ആ കാര്യത്തിൽ ഏകദേശം ഉറപ്പ് തീരുമാനം തന്നെ അല്ലേ? അദ്ദേഹത്തിന്റെ കാര്യമായതുകൊണ്ട് ലാസ്റ്റ് സീസൺ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. എന്നാലും ഈ സീസണിൽ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ധോണിയെ വെച്ച് മാത്രം നമ്മൾ നോക്കുക. കാരണം CSK എന്ന് പറയുമ്പോൾ ധോണിയാണ്, മൊത്തം ധോണിമയമാണ്. അപ്പം ഈ സീസണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? ധോണി ഇപ്പം ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പുതിയ റോളിലോട്ടൊക്കെ നമ്മൾ മാറുന്നുണ്ടെന്നുള്ള ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം ക്യാപ്റ്റൻസി സ്ഥാനം നമ്മൾ അറിഞ്ഞു, ഗെയ്ക്വാദിനാണ് ക്യാപ്റ്റൻസി സ്ഥാനം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ധോണിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് ധോണിയെ പറ്റി പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ എനിക്ക് തോന്നുന്നു 2008 തൊട്ട് IPL തുടങ്ങിയ നാൾ തൊട്ട് CSKയുടെ ക്യാപ്റ്റനാണ്. ഇത്രയും വർഷത്തിൽ CSK നയിച്ചത്. പിന്നെ ഇടയ്ക്ക് ഒരു സീസണിൽ മാത്രമാണ് ജഡേജ ഒരു സീസണിൻ്റെ പകുതി വരെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തു. പിന്നീട് വീണ്ടും നായകത്വം ധോണി തന്നെ വന്നു. പിന്നെ ധോണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ആ ഒരു വിന്റേജ് ലുക്കിലാണ് ധോണി മുടിയനായിട്ടുള്ള മുടി നീട്ടി വളർത്തി വില്ലേജ് ലുക്ക് ആ ഒരു ലുക്കിലാണ് പുള്ളി ഈ സീസണിൽ ഇറങ്ങുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത്, പുള്ളിയുടെ കരിയർ എങ്ങനെ തുടങ്ങിയോ അതേ രീതിയിൽ പുള്ളി പ്രൈം സ്പോർട്സിന്റെ ബാറ്റ് അത് അദ്ദേഹത്തിന്റെ ധോണിയുടെ ഫ്രണ്ടിന്റെ ഷോപ്പില് നിന്നാണ് പുള്ളി തുടങ്ങിയത്. അതേ ബാറ്റ് വെച്ച് എന്താ പറയാ ആ കടയുടെ ആ ഷോപ്പിന്റെ പരസ്യം വെച്ചാണ് ഈ സീസണിൽ ഇറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നുകിൽ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ 1 ഡൗൺ ഇറങ്ങാം എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം തുടക്കകാലങ്ങളിൽ ധോണി ഏത് പൊസിഷനിലാണ് കളിച്ചത്? ആ ഒരു പൊസിഷനിലായിരുന്നു ആദ്യം തുടക്കം ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കാം ചിലപ്പം ഈ സീസൺ അവസാനത്തെ സീസൺ ആണെങ്കിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 1 ഡൗണിൽ ഇറങ്ങുമ്പോഴത്തേനും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ധോണിക്ക് പഴയ പോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ? കാരണം കഴിഞ്ഞ കുറെ സീസണിലൊക്കെ ആയാലും ധോണി അവസാനം കിടന്ന് ഒത്തിരി പ്രയാസപ്പെടുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാന സീസൺ വരെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇടയ്ക്ക് ഒരു 2 വർഷത്തെ സീസണിൽ മാത്രമാണ് പുള്ളിക്കൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് മറ്റുള്ളവർക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ എന്നാൽ പോലും ലാസ്റ്റ് സീസണിലൊക്കെ പുള്ളിയുടെ ഒരു സ്കില്ല് വീണ്ടും പുള്ളി അത് എടുത്തു. മാത്രമല്ല ഇപ്പം ഫിറ്റ്നസ് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പുള്ളിയുടെ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒത്തിരി നാൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ പവർ പ്ലേയിൽ ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആണെങ്കിൽ 1 ഡൗണോ അല്ലെങ്കിൽ ഓപ്പണിംഗോ ഇറങ്ങുവാണെങ്കിൽ ഒത്തിരി നാൾക്ക് ശേഷമാണ് പവർ പ്ലേ ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പവർ പ്ലേയിൽ അങ്ങനെ ഒരു ആധിപത്യം ധോണിക്ക് എടുക്കാൻ 100% പറ്റും. കാരണം ഓൾറെഡി ഒരു 4 അല്ലെങ്കിൽ 5 ഫീൽഡേഴ്സ് സർക്കിളിന് വെളിയിലാണെങ്കിൽ പോലും പുള്ളി പവർ ഹിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് വെറും 2 ഫീൽഡർ മാത്രം സർക്കിളിന് വെളിയിൽ കൊടുത്താലേ എന്തായാലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും.
ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ധോണിയുടെ ഫോമിനെ പറ്റിയിട്ട് എന്താണ്? ഇപ്പം നിലവിൽ ഒത്തിരി കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും ഫോം ഔട്ട് ആകുന്ന ഒരു കാലത്ത് ധോണിക്ക് നമ്മൾ ഫോം ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പുതിയ ബോളർ പുള്ളി ഒന്നുകിൽ ബാറ്റ് ചെയ്യും, അതല്ലെങ്കിൽ പുള്ളി ടീമില് കീപ്പിങ്ങില് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇത്തവണ കീപ്പിംഗ് ധോണി തന്നെ ആവുമെന്ന് ഉറപ്പാണോ? 100% ഉറപ്പിക്കാം. ഓക്കെ, 100% ഉറപ്പിക്കാം. ഓക്കെ. അപ്പം ഈ പുതിയ ബോളേഴ്സാണ്, അപ്പം ഇദ്ദേഹം ഒരു പക്ഷേ ഫേസ് ചെയ്യാത്ത ബോളേഴ്സൊക്കെയാണ് ഇപ്പം എല്ലാ ടീമിലും പുതിയ യുവനിരയാണ് ബോളേഴ്സിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അവരുടെയൊക്കെ ബോളുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു പക്ഷേ ഒരു പിടുത്തം കിട്ടാത്ത ബോളിംഗ് ആയിരിക്കും. അപ്പം അത് ഇത്രയും വർഷമായിട്ടും ധോനി ബാറ്റ് കൊണ്ട് പ്ലേ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പുതിയ ബോളർ വന്നാലും പഴയ ബോളർ വന്നാലും ധോനിക്ക് ധോനിയുടെ ശൈലി ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ കോൺഫിഡൻസ് നല്ല ലെവലുണ്ട്. അതിപ്പം നമുക്ക് എന്താ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ 2 വാഴകൾ എന്തിനിരിക്കുന്നു എന്നതാണ് എൻ്റെ അടുത്ത ചോദ്യം. അത് കട്ട് ചെയ്യുന്നുണ്ടോ? അത് കട്ട് ചെയ്യുന്നില്ല. അപ്പൊ അനുഭവിക്ക് എന്താ പറയാനുള്ളത്? ധോണി അവൻ പറഞ്ഞല്ലോ, അവൻ പറയട്ടെ, കളി കണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം കഴിഞ്ഞൊരു സീസണിന് മുമ്പ് ഇതുപോലെ ജഡേജയെ ഒന്ന് ക്യാപ്റ്റൻ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഈ സ്ഥാനത്ത് ജഡേജയെക്കാളും പ്രായം കുറവായിട്ടുള്ള ഗേക്വാദിന് ക്യാപ്റ്റൻസി ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം പ്രഷർ ഉണ്ടാകാം, അല്ലെങ്കിൽ ജഡേജയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ ആ ഒരു സീസണിൽ ഉണ്ടായ പോലൊരു എന്താ പറയുന്ന ആ ഒരു പ്രശ്നം ഇല്ല ഒരിക്കലും. കാരണം ഗെയ്ക്വാദ് ഓൾറെഡി ഒരു കൂളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബാറ്റിങ്ങിലാണെങ്കിൽ പോലും പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനത്തെ ഒരു കാമായിട്ടും വളരെ എന്താ പറയുക ഒന്നിനെ കുറിച്ചും ബോധേടാതെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഓൾറെഡി പുള്ളി ഒരു അണ്ടർ 19 പുള്ളി കപ്പ് എടുത്തിട്ടുള്ള എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനുമായിരുന്നു. അപ്പോൾ പിന്നെ പുള്ളിയെ സംബന്ധിച്ച് അതൊരു പ്രത്യേകിച്ച് ധോനി ടീമിലുണ്ടെങ്കിൽ പോലും പുള്ളിക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു ഗൈക്വാദ് ക്യാപ്റ്റൻസി ആണെങ്കിൽ പോലും ധോനിയുടെ റോള് ഓൾറെഡി ഉണ്ടാവും അതിനകത്ത്. അപ്പം കൂടുതലും പ്രഷർ ഉണ്ടാവില്ല ഓൾറെഡി, അതങ്ങനെയാണ്. അപ്പം ഞങ്ങള് ഈ RCB ഇത്തവണ ആദ്യത്തെ കപ്പ് ഉയർത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ നമുക്കും അതൊരു താല്പര്യമുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് RCB മാത്രമല്ല കപ്പ് എടുക്കാത്ത ടീം. ആകെ എനിക്ക് 4 ടീം എങ്ങാണ്ടേ ഉള്ളൂ. 10 ടീമുള്ളതിലെങ്ങാണ്ട് 4 ടീമല്ലേ ഇതുവരെ കപ്പ് എടുത്തിട്ടുള്ളത് കണ്ടു. KKR, സൺറൈസേഴ്സ്, പിന്നെ ഇപ്പം GT. ഇപ്പൊ 5 ടീമായി അല്ലേ. ബാക്കി ടീമുകൾ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ വാങ്ങുന്നത് RCB ആണ്. തീർച്ചയായിട്ടും. കാരണം അത്രയും വലിയൊരു താരനിരയാണ് RCBക്ക് ഞങ്ങൾക്കുള്ളത്. അപ്പം RCBക്ക് പറയുകയാണെങ്കിൽ ബാറ്റിംഗ് മാത്രമേ ഉള്ളൂ. ബോളിംഗ് എന്നും എപ്പോഴും നല്ല താളമുള്ള ആളുകൾ തന്നെ, ചെണ്ടകൾ തന്നെയാണ്. പഞ്ചാരി മേളം അല്ലേ, പഞ്ചാരി മേളം, ശിങ്കാരി മേളം. പക്ഷേ സിറാജൊക്കെ നല്ല ഫോമിലാണ്. സിറാജ് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇപ്പോഴും ആ കൂട്ടത്തിലൊരു. പിന്നെ ഈ RCBയെ സംബന്ധിച്ച് RCB നല്ല ബോളേഴ്സിനെയൊക്കെ എടുക്കും. നല്ല ബോളേഴ്സ് മാത്രമല്ല, പ്ലേയേഴ്സിനെ എടുക്കും, ബെഞ്ചിലിരിക്കും, പിന്നെ റിലീസ് ചെയ്യും, പിന്നെ അത് വേറെ ടീമിൽ ചെല്ലും, കളിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ എന്തായാലും ഈ സീസൺ ഞങ്ങൾ വളരെ എന്തായാലും രണ്ടും കളിപ്പിച്ച് തന്നെ ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയൊക്കെ എങ്ങനെ ഇറങ്ങിയാലും തോൽവി അത് സംഭവിക്കും. കാരണം ഇപ്പൊ CSKയുടെ ഹോം ഗ്രൗണ്ടിൽ ഇപ്പൊ ഞങ്ങള് വിരാട് കോഹ്ലി അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ്വെൽ അല്ലെങ്കിൽ ഫാഫ് ഡു പ്ലസി, പിന്നെ ആരാ, ദിനേശ് കാർത്തിക് കഴിഞ്ഞില്ലേ. പിന്നെ RCB എന്ത് ചെയ്യും? അല്ലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ GT ഒക്കെ ആദ്യത്തെ സീസണിലൊക്കെ എടുത്തെന്ന് വെച്ചാൽ അവർക്ക് വലിയ താരനിരകളൊന്നുമില്ല. പക്ഷെ ഉള്ള താരം നല്ലപോലെ കളിച്ചു, അതുകൊണ്ട് അവർക്ക് കപ്പ് കിട്ടി. ഇതിനകത്ത് വേറെ ആരാണ് നല്ലപോലെ കളിക്കാൻ പോകുന്നത്? ഇപ്പൊ നമുക്ക് GTയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ പറയാം വേഡ് കളിക്കും, അല്ലെങ്കിൽ സാഹ ചിലപ്പോ കളിക്കും. ഇതിനകത്ത് ആര് കളിക്കും? വിരാട് കോഹ്ലി അപാര ഫോമിലാണ്. അതുപോലെ തന്നെ കോഹ്ലിയെ നമ്മൾ ഒരിക്കലും പറയത്തില്ല, ഡുപ്ലസിയെയും പറയത്തില്ല, ഗ്ലെൻ മാക്സ്വെലിനെയും പറയത്തില്ല, DKനെയും പറയുന്നില്ല. വേറെ ഇവരിൽ ആരെങ്കിലും രണ്ടുപേരും. ഇപ്പൊ പിന്നെ കാമറൂൺ ഗ്രീനെ എടുത്തിട്ടുണ്ട്, പുള്ളി നല്ലൊരു ഓൾറൗണ്ടർ ആണ്. പക്ഷേ എങ്കിലും ബോളിംഗ് നേരെ വരുമ്പോ അടി നല്ലപോലെ വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സീസണിൽ നമുക്ക് എന്തായാലും, കാരണം നമ്മൾ ഈ കണ്ടുവരുന്ന പോലെ ഒന്നും അല്ല. അപ്പം ഓരോ സീസണിലും മാറും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ RCB ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രഷറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സീസണിലും ഇപ്പോൾ നമ്മൾ കപ്പ് എടുക്കാണ്ട് നമ്മൾ പുറത്താകുമ്പോൾ നമുക്കിപ്പോൾ ഓരോ സീസണിലും ഈ സീസണിൽ കപ്പ് എടുക്കണം, അല്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രഷറാണ്. കാരണം നമുക്ക് അതെ ആ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര പ്രഷർ ഉണ്ടാക്കാൻ വലിയ. പിന്നെ കിട്ടിയില്ലെങ്കിൽ RCBക്ക് അതൊരു പുത്തരി അല്ല, ഒരു സൈഡാണല്ലോ.
പക്ഷെ ഞങ്ങളുടെ എല്ലാ ഇതും മാറ്റും എന്നുള്ളൊരു പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പറയേണ്ടത് RCB കപ്പടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ RCB കൊണ്ട് അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ CSK ആരാധകരാണേലും എല്ലാ ആരാധകരാണെങ്കിലും RCB ഒരു കപ്പെടുക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ അതിനനുസരിച്ച് ഈ ബോളിങ്ങിൽ ഒരു ഇത്രയും വർഷമായിട്ട് ഈ ഓപ്ഷൻ നടത്തുന്നു. ഈ ഓപ്ഷനുകളിലെല്ലാം ഇവർക്ക് നല്ല ബോളേഴ്സിനെ സെലക്ട് ചെയ്യാം. ഇവർ കൂടുതലും ഈ എന്താ പറയുക KGF അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് മാത്രം നോക്കി ആ ബാറ്റ്സ്മാൻ വേണ്ടിയിട്ട് മാത്രം പിച്ചൊരുക്കി അതിനു വേണ്ടിയിട്ട് മാത്രം അങ്ങനെയുള്ളവരെ മാത്രം ടീമിൽ കൊണ്ടുവരുന്നു. അപ്പം ബോളിംഗ് നിരയിൽ ആരെയും കൊണ്ടുവരുന്നില്ല. അതൊരു വലിയ അത് ഇത്രയും വർഷം ഓപ്ഷൻ നടത്തിയിട്ട് പോലും അവർക്കറിയാം ബോളിംഗ് എല്ലാം അടികൊള്ളുന്നവരാണ്. എന്നാൽ പോലും അവർ ഇതുവരെ അതിനൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ നാളത്തെ മത്സരത്തിന് എന്തായാലും നമുക്ക് കണ്ടറിയാം. കാരണം ഇപ്പോൾ നമുക്ക് ആരെയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് T20 മത്സരത്തിലെ ഫോർമാറ്റിൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തല്ല പറഞ്ഞത്. ഇപ്പം ചെന്നൈയെ സംബന്ധിച്ച് ചെന്നൈ ഇപ്പോൾ ഈ കളിക്കുന്ന സ്റ്റേഡിയത്തിൽ എനിക്ക് തോന്നുന്നു ചെന്നൈ RCB തമ്മിൽ മത്സരങ്ങൾ നടത്തിയതിൽ ഏറ്റവും കൂടുതൽ ചെന്നൈ തന്നെയാണ് ജയിച്ചേക്കുന്നത്. RCBയുടെ വീക്ക് എന്താണെന്നും എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെ കളിക്കുമെന്നും എല്ലാം ചെന്നൈക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ധോനിയെ പോലുള്ള ഒരു വ്യക്തിക്ക് എന്തായാലും അറിയാം. അല്ല, ഈ RCBയുടെ ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസീസ് ധോനി ഒരു വിശ്വസ്തനായിരുന്നു. അപ്പം അതൊരു ചലഞ്ചിങ് ആകാൻ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു സൈഡിൽ നമുക്ക് വേണമെങ്കിൽ പറയാം RCBയുടെ ക്യാപ്റ്റൻ ഡുപ്ലസി എന്താ പറയുക ധോനിയുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും ധോനിയുടെ കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. പക്ഷെ ധോനി എന്ന വ്യക്തി ഒരു ദിവസം ചെയ്യുന്ന കാര്യമല്ല പിറ്റേ ദിവസം ചെയ്യാൻ പോണത്. മനസ്സിലായോ? ആ കൂടെ ഉണ്ടായിരുന്ന രീതിയിലായിരിക്കത്തില്ല. ഓരോ ദിവസവും പുള്ളിയുടെ ഈ ക്രിക്കറ്റിനെ കുറിച്ചുള്ള വ്യൂ വേറെയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. എന്തായാലും നാളെ എന്തായാലും തുടങ്ങുകയാണ് RCB ചെന്നൈ മത്സരം. അപ്പം ഒരു എന്താ പറയുക വലിയൊരു ആവേശം തന്നെയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ഉള്ളത്. പിന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വീഡിയോക്ക് ട്രോള് കിട്ടാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയാണ്. കാരണം കൊതുകിനെ ഓടിക്കാൻ ഇരിക്കുവാണോ എന്ന് പറയാൻ ആൾക്കാർ ചോദിക്കും. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ തലയുടെ ഇതിലേ കൂടെ ഒരെണ്ണം പോയി. ഞാൻ പിന്നെ പോട്ടെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേന്ന് കരുതി അങ്ങ് വിട്ടു. എബി അങ്ങനൊന്നും സംസാരിക്കില്ല. എബി സംസാരിക്കണേ രാജസ്ഥാന്റെ കളി പറഞ്ഞു. രാജസ്ഥാന്റെ കളി വരുമ്പോഴേ രാജസ്ഥാന്റെ കളറിലെ ബാറ്റ്, അതാ രാജസ്ഥാന്റെ കളറിലെ ബാറ്റ്, കൊതുകിനെ കൊല്ലുന്ന ബാറ്റ്. അനുബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം അനുബ്രോ ഇച്ചിരി തിരക്കാണ് ഇപ്പം. എന്നാലും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നാളത്തെ മത്സരത്തെ പറ്റിയിട്ട്? അല്ലെങ്കിൽ IPL തുടങ്ങുന്നു, അതിനെ പറ്റിയിട്ട് എന്താണ്? നല്ല ചോദ്യം. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നാളത്തെ കളി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ പലരും എഴുതി തള്ളുമായിരിക്കും. പക്ഷെ നാളത്തെ ഞാൻ ഇതുവരെ എഴുതി തള്ളുകയല്ല ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് വെച്ചിട്ട് ഒരു രീതി വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇവര് സ്വയം പറഞ്ഞു നടക്കുന്നുണ്ടാകും എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായത്തില് ചെന്നൈ മുംബൈ ആണ് എൽ ക്ലാസിക്കോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ RCB ആയാലും സൺറൈസേഴ്സ് ആയാലും നമുക്ക് അതൊരു എന്താ പറയാ എതിരാളികളാണ് എന്ന് പറയാം. പക്ഷെ അതാണ് ഓരോ മത്സരത്തിൽ ഓരോരുത്തരും എന്തായാലും എതിരാളികളാണ്. ആ ഒരു എൽ ക്ലാസിക്കോ എന്നുള്ള പ്രഷറോ ക്ലാസിക്കോന്നോ അല്ലെങ്കിൽ ഈ RCBയെ ഭയക്കണം എന്നൊന്നും നമുക്കില്ല. മുംബൈയായിട്ട് കളിക്കുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കളി മാറും. കാരണം ഇപ്പം അതിന്റെ ഇത്രയും നാൾ അതിന്റെ ക്യാപ്റ്റൻ രോഹിത് ആയിരുന്ന സമയത്ത് ഒരു റണ്ണാണെങ്കിൽ പോലും പുള്ളി ഡിഫെൻഡ് ചെയ്യും. തീർച്ചയായിട്ടും. അതേസമയം RCB ആയാലും വേറെ ഏത് ടീമായാലും അത്രയും പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ അതിനെപ്പറ്റി എന്തായാലും നമ്മൾ മുംബൈയുടെ കളി നടക്കുമ്പോൾ എന്തായാലും ആ ഒരു ക്യാപ്റ്റൻസി മാറ്റത്തെ പറ്റിയിട്ട് എന്തായാലും നമുക്കൊരു സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് എല്ലാവർക്കും അത്ര അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ CSK ആരാധകരാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് തോന്നുന്നത്? അത് വളരെ വൃത്തിയായിട്ട ഒരു പരിപാടിയാണ് കാണിച്ചത്. തീർച്ചയായിട്ടും അത്രയും അതില് യാതൊരു വേറെ ഒന്നും പറയാനില്ല. കാരണം 5 കപ്പ് എടുത്തേക്കുന്ന 2 ടീമേ ഉള്ളൂ. അത് 2 ടീമിന്റെയും ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെജൻസ് എന്ന് വേണം പറയാൻ. കാരണം ഒന്ന് ധോനി, ഒന്ന് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ 5 കപ്പ് മുംബൈ എടുത്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് GTയിൽ പോയ ഹർദിക്കിനെ വിളിച്ചു വരുത്തി അവന് ക്യാപ്റ്റൻസി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ട ഒരു പരിപാടിയാണ്.
ഓക്കെ, അപ്പോൾ എന്തായാലും നാളത്തെ മത്സരം വളരെ ആവശ്യത്തോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പം ഇത് ഈ ബാറ്റും അടങ്ങി ഇരിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊച്ചിയാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല, അതുപോലെ കൊതുക് നമ്മളെ കൊത്തി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കൊതുകുകളായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ അത് അത്രയും കൊതുകുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കാൻ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞ് സൗണ്ട് കേൾക്കും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിന് ശേഷം നമ്മൾ നല്ലൊരു റിവ്യൂ ആയിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായമായിട്ടും അതിനകത്ത് നടക്കുന്ന നല്ല മൊമെന്റ്സുകളെ പറ്റിയിട്ടും ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളെ കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. കൊതുകിനെ കൊല്ലണം.